ഹായ്, ശരത്താണ്. വരുന്ന ഒരു 1-2 വർഷം അല്ലെ 2026-2027 സമയത്ത് നമ്മൾ നോക്കിയാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെക്ടറുകളിൽ ഒന്നാണ് ഫിനാൻഷ്യൽ സെക്ടർ. അപ്പോൾ ആ ഒരു സെക്ടറിൽ നമ്മൾ സെക്ടർ നന്നായിട്ട് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന കമ്പനികളെ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫിനാൻഷ്യൽ സെക്ടറിൽ നമ്മൾ ബാങ്കിങ് സ്പേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ ബാങ്കുണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്. അവിടെ തന്നെ ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് നല്ല രീതിയിൽ, അതായത് പ്രൈവറ്റ് ബാങ്കുകളെ കഴിഞ്ഞ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ബാങ്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അവരൊരു പബ്ലിക് സെക്ടർ കമ്പനിയാണ്, പക്ഷെ അവർ മേജർ ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെ അടക്കം ഔട്ട് പെർഫോം ചെയ്തിട്ടാണ് ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ HDFC ബാങ്ക് എടുത്താലോ, ICICI എടുത്താലോ, കോട്ടക് മഹീന്ദ്ര ബാങ്ക് എടുത്താലോ, അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലുള്ള ഇപ്പം SBI പോലത്തെ ബാങ്കുകൾ എടുത്താലോ, ഇവരെ കഴിഞ്ഞൊക്കെ മുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർ അങ്ങനെ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സെക്ടറിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്, ബാങ്കുകൾ മെയിനായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ എവിടെന്നെങ്കിലും ക്യാപിറ്റൽ റൈസ് ചെയ്തതിന് ശേഷം അത് ക്രെഡിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ലോൺ ആയിട്ട് ആളുകൾക്ക് കൊടുക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഗ്രോത്ത് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ആണ് മേജർ ആയിട്ടുള്ള നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ലോൺ ബുക്കിൽ ഗ്രോത്ത് വന്നാലേ ഉള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ ലോൺ ഇവർ പുറത്തേക്ക് കൊടുത്താലേ ഉള്ളൂ ഇവർക്ക് ഇൻകം പിന്നീട് കൂടുതൽ കിട്ടുള്ളൂ. കാരണം ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് അല്ലെ പലിശയാണ് അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറോ ഫിനാൻഷ്യൽ സെക്ടർ നോക്കുമ്പോൾ അവിടുത്തെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് നമ്മൾ മേജർ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അത് നോക്കുന്ന സമയത്തും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എത്രയാണെന്ന് നോക്കാം. ഇപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് 2025-27 അവിടുത്തെ ഫിനാൻഷ്യൽ സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 15-16% ഗ്രോത്ത് ക്രെഡിറ്റ് ഗ്രോത്ത് ഉണ്ട്. അതായത് അവിടുത്തെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് കഴിഞ്ഞ വർഷം FY25 എൻഡ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ലോണിനെ കഴിഞ്ഞു, ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിരുന്ന ലോണിനെ കഴിഞ്ഞു ഏകദേശം 15-16% ലോൺ ബുക്കിന്റെ സൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ക്രെഡിറ്റ് ഗ്രോത്തിനെ കഴിഞ്ഞ് മുകളിൽ, സിസ്റ്റം ക്രെഡിറ്റ് ഗ്രോത്തിനെ കഴിഞ്ഞ് മുകളിൽ നമ്മുടെ കമ്പനികൾ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനികളുടെ മാർക്കറ്റ് ഷെയർ ലൂസ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു സെക്ടറിൽ ഗ്രോത്ത് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറിയിട്ട് HDFC ബാങ്കിലോ അല്ലെ SBIയിലോ അല്ലെ ICICI ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാടിക്കറി ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു സെക്ടറിന്റെ ഗ്രോത്ത് നോക്കി ആ സെക്ടറിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ബാങ്കാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും പബ്ലിക് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. സോ അവരുടെ എല്ലാ ഫിഗേഴ്സും നോക്കിയാൽ നമുക്ക് അത് കൃത്യമായിട്ട് എങ്ങനെയാണോ ഈ പ്രൈവറ്റ് ബാങ്കുകൾ അവരുടെ ബുക്കുകൾ കീപ്പ് ചെയ്യുന്നത് അതിനേക്കഴിഞ്ഞ് മുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരും. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ഗ്രോത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ലോൺ ബുക്കിന്റെ ഗ്രോത്ത്. അപ്പോൾ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 21.75 ആണ്. അത് ഏകദേശം 22% ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ഉണ്ട്. സോ ഇതിന് മുകളിൽ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ഇല്ല. അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ നോക്കിയപ്പോൾ ഇവർക്കൊന്നും ഈ പറഞ്ഞ രീതിയിലുള്ള ഗ്രോത്ത് ഇല്ല. ഇപ്പോൾ HDFC ICICI ഒക്കെ പോലുള്ള ബാങ്കുകൾ എടുത്ത് നോക്കിയാൽ അവരെല്ലാം ഈ 15% താഴെയാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈവൻ SBI ആണെങ്കിൽ പോലും അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കാരണം അതൊക്കെ അത്രയും വലിയ ബാങ്കുകളായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു രീതിയിൽ ഈ സിസ്റ്റം ക്രെഡിറ്റിന് മുകളിൽ ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇവിടെ നമ്മൾ ഇവരെ കഴിഞ്ഞ് മുകളിൽ പെർഫോം ചെയ്യുന്ന ആരാന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ 1-2 പ്രൈവറ്റ് ബാങ്കുകളുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ CSB ബാങ്ക് പോലത്തെ ബാങ്കുകൾ, അല്ലെങ്കിൽ IDFC ഫസ്റ്റ് എന്ന് പറയുന്ന ബാങ്ക്, അല്ലെങ്കിൽ DCB ബാങ്ക്, ഈ ബാങ്കുകളൊക്കെയാണ് ഈ ഒരു രീതിയിൽ ഇവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അവർ ഈ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന് പുറത്ത് തന്നെ അവർക്ക് ഇപ്പം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുക. ലോൺ ബുക്കിന്റെ ഗ്രോത്ത് കഴിഞ്ഞാൽ ഈ ലോൺ കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് ഇവർക്ക് ഇൻകം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം അറിയണം. ഓൾറെഡി കൊടുത്ത ലോണുകളിൽ നിന്ന് ഇവർക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെന്നുള്ളതാണ്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ഒരു ക്വാർട്ടറിൽ ഏകദേശം 19% ആണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഗ്രോ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ അതർ ഇൻകംസ് ഉണ്ട്, ഈ ഫീ ഇൻകം, അങ്ങനത്തെ ഇൻകംസ്, അതർ ഇൻകംസോട് കൂട്ടുമാണ് ടോട്ടൽ അവരുടെ ഇൻകം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു ബാങ്കുകളിലെ ഫിനാൻഷ്യൽ സെക്ടർ നോക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ എന്ത് ഗ്രോത്ത് വരുന്നു എന്നുള്ള കാര്യം. ഇവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ക്വാർട്ടറിൽ 18.8%, അതായത് 19% ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 35% ഗ്രോത്ത് ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 17% ഗ്രോ ചെയ്തിട്ടുണ്ട്. ലോൺ ബുക്ക് ഏകദേശം 22%, അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഏകദേശം 17% ഗ്രോ ചെയ്തു. അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 27% ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഗ്രോ ചെയ്തിരിക്കുന്നത്. അവരുടെ ഇൻകത്തിനെ കഴിഞ്ഞും ഇൻട്രസ്റ്റ് ഇൻകത്തിനെ കഴിഞ്ഞും കൂടുതലായിട്ട് മുകളിലാണ് അവരുടെ ഈ പറഞ്ഞ പ്രോഫിറ്റിന്റെ ഗ്രോത്ത്. ഇപ്പോൾ ഈ ബാങ്കുകളുടെ P&L നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആദ്യം ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്. ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്നിട്ട് പറഞ്ഞ എക്സ്പെൻസ് കുറയ്ക്കണം. എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഓപ്പറേഷണൽ ആയിട്ടുള്ള എക്സ്പെൻസുകളുണ്ട്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബാങ്കുകൾക്ക് ക്യാപിറ്റൽ എവിടെ നിന്ന് കിട്ടുന്നത്, ഒന്നെങ്കിൽ അതിൽ വരുന്ന ഡിപ്പോസിറ്റുകൾ, അതല്ല എന്നുണ്ടെങ്കിൽ ഇവർ വേറെ എവിടെയെങ്കിലും ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത്. ആ റൈസ് ചെയ്യുന്നതിന് അവർ എക്സ്ട്രാ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിൽ നിന്ന് ഇവർ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് കുറയ്ക്കണം. അതുപോലെ തന്നെ ഇവർ ഓപ്പറേഷണലായിട്ട് വരുന്ന കോസ്റ്റുകൾ കാര്യങ്ങൾ കുറയ്ക്കണം. അതിന് ശേഷമാണ് ഇവർക്ക് പ്രോഫിറ്റ് വരുന്നത്. പക്ഷെ ബാങ്കുകളുടെ P&L ഇതിനിടയ്ക്ക് എക്സ്ട്രാ ഒരു ഫിഗറും കൂടെ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇൻകത്തിൽ നിന്ന് ഇവർ എക്സ്പെൻസ് കുറയ്ക്കുന്നു, അതാണ് പ്രോഫിറ്റിലേക്ക് വരേണ്ടത്. പക്ഷെ അതിനിടയ്ക്കാണ് ഈ പറഞ്ഞ പ്രൊവിഷൻസ് വരുന്നത്. ഈ പ്രൊവിഷൻസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ബാങ്കുകൾ ഇപ്പോൾ ഈ ലോൺ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഈ ലോൺ കൊടുത്തതിന് ശേഷം ഈ ലോണുകളിൽ ആൾക്കാർ റീപേയ്മെന്റ് മുടക്കുക എന്ന് പറയില്ല. അതായത് ഒരു മാസം അടയ്ക്കാതിരിക്കുക, അല്ലെ 30 DPD, അല്ലെ 60 DPD. DPD എന്ന് പറഞ്ഞാൽ ഡേ പാസ് ഡ്യൂ എന്ന് പറയും.
എത്ര ദിവസം അടയ്ക്കേണ്ട ദിവസം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി, ഇന്ന് അടയ്ക്കേണ്ട ഒരു EMI ഒരു മാസമായിട്ട് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 30 DPD എത്തും ആ ഒരു ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാങ്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്രൊവിഷൻ അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് അതിന് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. കാരണം നാളെ ഈ ലോൺ ചിലപ്പോൾ റിട്ടേൺ വന്നില്ല എന്ന് വരാം. അതുകൊണ്ട് തന്നെ RBIയുടെ ഗൈഡൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 30 DPD 60 DPD ഈ പറഞ്ഞ പോലെ 90 DPD അത്രയും വന്നതിന് ശേഷം 90 DPD കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് NPA പോകും. NPA പോകുമ്പോഴത്തേന് സെക്യൂർഡ് ആയിട്ടുള്ള ലോൺ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ 100% പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്ത ലോൺ ആണെങ്കിൽ അത് പറഞ്ഞ പോലെ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലോൺ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇപ്പോൾ ഒരു 80,000 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രിൻസിപ്പൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 80,000 രൂപ ഇവർ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇവരുടെ P&L വരുന്ന ഇൻകം, അതിന് എക്സ്പെൻസ്, അതിനുശേഷം ഈ പറഞ്ഞ ആ ഒരു ക്വാർട്ടറിൽ ഇവർക്ക് NPS വരുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് NPA അതായത് 90 DPD കഴിഞ്ഞ് മാറിപ്പോയി അങ്ങനത്തെ ആണെങ്കിൽ ആ ഫുൾ എമൗണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഈ ഫുൾ ഈ P&L ഇതും കുറയും. അപ്പോൾ അതും കുറഞ്ഞതിന് ശേഷമാണ് ഈ പ്രോഫിറ്റിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ ബാങ്കുകളിലെ ഈ പറഞ്ഞ GNPA NNPA എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത്, അല്ലെ പ്രൊവിഷൻസ് ഇമ്പോർട്ടന്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേന് ഇവർക്ക് വരുന്ന ഇൻകം, അതിന് എക്സ്പെൻസ്, അതിനുശേഷം പ്രൊവിഷൻസ്, അത് കുറച്ചിട്ട് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ഇൻകം ഗ്രോത്തിനെ കഴിഞ്ഞ് മുകളിലാണ് പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിനർത്ഥം ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് അവർക്ക് പ്രൊവിഷൻസ് ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ കാണുമ്പോൾ അവരുടെ ഫിഗേഴ്സ് കാണുമ്പോൾ, അതായത് അസറ്റ് ക്വാളിറ്റി നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവരുടെ GNPA നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഏകദേശം 1.45% ആണ് അവരുടെ GNPA നമ്പർ. അത് കൃത്യമായിട്ട് ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞാണ് അവസാനം 1.45 എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഏറ്റവും ബെസ്റ്റ് GNPA എന്ന് പറയുന്നത് ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെയാണ്. SBIയുടെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 1.5859, അതായത് 1.6 SBIയുടെ GNPA നമ്പർ ഉള്ളത്. ഇവിടെ ഇവരെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ടുള്ള ആകെ കുറച്ച് മേജർ ആയിട്ടുള്ള പ്രൈവറ്റ് ബാങ്കുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള HDFC ബാങ്കാണ്. അവരുടെ 1.15% ആണ് അവരുടെ GNPA എന്ന് പറയുന്നത്. പിന്നുള്ള കോട്ടക് ബാങ്ക് 1.3, 1.35 ആ രീതിയിലാണ്. അതുപോലെ തന്നെ ICICI ബാങ്ക് നോക്കിയാൽ 1.4 ആണ്. അപ്പോൾ ഏകദേശം പ്രൈവറ്റ് ബാങ്കുകളിൽ അത്രയും നല്ല രീതിയിൽ തന്നെ ഇവർക്ക് GNPA കീപ്പ് ചെയ്യാനായിട്ട് വരുന്നത്. ഇനി അവരുടെ NNPA നോക്കിയാൽ, നെറ്റ് NPA നോക്കിക്കഴിഞ്ഞാൽ 0.13% ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ബാങ്കുകളോ അല്ലെ വേറൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല ഈ പറഞ്ഞ 0.13 NNPA ഉള്ളത്. ഇതിനെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 0.38, 0.35 എന്നുള്ള രീതിയിൽ HDFC ബാങ്ക് അങ്ങനത്തെ പ്രൈവറ്റ് ബാങ്കുകൾ, കോട്ടക് ബാങ്കോ അല്ലെങ്കിൽ ICICI ബാങ്കുകൾ പോലത്തെ പ്രൈവറ്റ് ബാങ്കുകളാണ് പിന്നീട് NNPA ഏകദേശം 0.3, 0.35 ആ ഒരു റേഞ്ചിൽ ഉള്ള ബാങ്കുകളാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇവർക്ക് 0.13 മാത്രമേ ഉള്ളൂ ഇവരുടെ NNPA എന്ന് പറയുന്നത്. അതും ക്വാർട്ടറിൽ ഇമ്പ്രൂവ് ആയാണ് 0.13. അത് നെഗ്ലിജിബിൾ ആണ്. കാരണം ഇത് സ്വാഭാവികമായിട്ട് ഇത്ര വലിയൊരു ബാങ്കിൽ ഇത്ര എമൗണ്ട് ലോൺ കൊടുക്കുമ്പോഴത്തേന് NNPA ഒക്കെ 0.13 താഴേക്ക് എത്തി. ആ ഒരു അത്രയും ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ, ഇത്രയും കുറഞ്ഞ ഫിഗർ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വലിയൊരു വിലയാണ്. അപ്പോൾ അത് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള NNPA നമ്പേഴ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കൃത്യമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് കൂടുതലായിട്ട് പ്രൊവിഷൻസ് ചെയ്യേണ്ടി വരുന്നില്ല. ഇവരുടെ പ്രൊവിഷൻസ് ചെയ്യുന്ന എമൗണ്ട് ഒക്കെ നമുക്ക് ക്വാർട്ടറിൽ നോക്കിയാൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പ്രൊവിഷൻസ്, അപ്പോൾ ഇൻകം, എക്സ്പെൻസ്, പ്രൊവിഷൻസ്, അത് കഴിഞ്ഞിട്ടാണ് പ്രോഫിറ്റ്. ഈ പ്രൊവിഷൻസ് കുറയാന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോഫിറ്റ് അതുകൊണ്ടാണ് ഈ രീതിയിൽ ജമ്പ് വരുന്നത്. അപ്പോൾ ഒരു ബാങ്കിൽ നോക്കേണ്ട മേജർ ആയിട്ടുള്ള കാര്യങ്ങളല്ല, അതായത് GNPA NNPA ആയിക്കോട്ടെ, പ്രൊവിഷൻസിന്റെ കാര്യമായിട്ട് ക്രെഡിറ്റ് കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 0.91% ആണ് ക്രെഡിറ്റ് കോസ്റ്റ് ഉള്ളത്. അതായത് പ്രൊവിഷൻ ഈ പറഞ്ഞ ലോൺ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന അസറ്റിന്റെ എത്ര പെർസെന്റേജ് എന്നുള്ളതാണ് ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പ്രൊവിഷൻസ് എത്ര ശതമാനം ഉണ്ട് പ്രൊവിഷൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് നോക്കുമ്പോൾ 0.91% മാത്രമാണ് പ്രൊവിഷൻസ് ഉള്ളത്, ക്രെഡിറ്റ് കോസ്റ്റ് ഉള്ളത്. ഇപ്പോൾ ക്രെഡിറ്റ് കോസ്റ്റ് ആണെങ്കിലും ക്വാർട്ടറിൽ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൊവിഷൻസ് കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ GNPA NNPA നമ്പേഴ്സ് എല്ലാം കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി നല്ലതായിട്ട് വരേണ്ട നമ്പേഴ്സ്, അതായത് നമ്മൾ ROA നോക്കിയാൽ അത് കൃത്യമായിട്ട് ഇമ്പ്രൂവ് ആവാൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ക്വാർട്ടറിലായി എത്തിയപ്പോഴത്തേക്ക് അവരുടെ ഫുൾ ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 1.86% ആണ് അവരുടെ ROA എന്ന് പറയുന്നത്. അതേപോലെ ROE നോക്കിയാലും കൃത്യമായിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എനിക്ക് തോന്നുന്നു 23% മറ്റാണ് അവരുടെ ROE എന്ന് പറയുന്നത്. അപ്പോൾ അതും കൃത്യമായിട്ട് ക്വാർട്ടറിൽ ഇമ്പ്രൂവ് ആവുന്ന, അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ ഇമ്പ്രൂവ് ആകുന്ന നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇമ്പ്രൂവ് ആകേണ്ട നമ്പേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. കൺട്രോളിൽ വരുത്തേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ലോൺ ബുക്കിൽ ഈ പറഞ്ഞാൽ 22% ഗ്രോത്ത് ഉണ്ട്. ഇവ ഇൻകത്തിലാണെങ്കിലും നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. ഇൻകത്തിൽ പിന്നെ ഈ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം, അത് കൂടാതെ ആദർ ഇൻകം ഉണ്ട്. ആദർ ഇൻകം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമീൺ ബാങ്കുകളുണ്ടല്ലോ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കേരള ഗ്രാമീൺ ബാങ്ക്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിൽ ഗവൺമെന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിന് ഒരു RRB എന്നുള്ള രീതിയിൽ ഗ്രാമീൺ ബാങ്ക് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിൽ 2 RRB ഉണ്ടായിരുന്നു. അവരെ മെർജ് ചെയ്ത് ഒരു RRB ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് അതിന്റെ സ്പോൺസർ ബാങ്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. ഈ പറഞ്ഞ സ്റ്റേറ്റ് മഹാരാഷ്ട്രയിലെ RRBയുടെ സ്പോൺസർ ബാങ്ക്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നോക്കിയാൽ കാനറ ബാങ്കാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ RRBയുടെ സ്പോൺസറാണ് ഇവര്. അതുകൊണ്ട് തന്നെ ഇത് മെർജ് ചെയ്ത സമയത്ത് ഇവർ കുറച്ച് MTM ലോസ് വന്നിട്ടുണ്ട്. അത് ബുക്ക് ചെയ്ത ലോസ് അല്ല, ഏകദേശം 300 കോടിയുടെ പ്രൊവിഷൻസ് അതിനുവേണ്ടി അവർ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇവരുടെ അതർ ഇൻകം കുറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് ആ ടോട്ടൽ ഇൻകം നോക്കുമ്പോഴത്തേന് ഏകദേശം 13% ഗ്രോത്ത് ആണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലുള്ളത്. അത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഏകദേശം 17% ഉള്ള സമയത്താണ് നോക്കണം.
പക്ഷെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ആ ഒരു രീതിയിൽ വരില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വൺ ഓഫ് ഒരു എക്സ്പെൻസ് ആണ്. ഈ പറഞ്ഞ പോലെ പ്രൊവിഷൻസ് ചെയ്യേണ്ടി വന്നത്, MTM ലോസ് വന്നിരിക്കുന്നത്, അത് അടുത്ത വർഷം വരില്ല. പിന്നെ അതുപോലെ തന്നെ അടുത്ത വർഷം ഈ മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്പോസിറ്റിലും അതേപോലെ തന്നെ ഫീ ഇൻകം ഇൻക്രീസ് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഡിപ്പോസിറ്റിന്റെ കാര്യം, ഫീ ഇൻകത്തിന്റെ കാര്യം ആദ്യം പറയാം. ഫീ ഇൻകം കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അതർ ഇൻകം കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ പറഞ്ഞ വൺ ഓഫ് ആയിട്ടുള്ള എക്സ്പെൻസും ഇല്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഇവരുടെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ഇവരുടെ റവന്യൂ എന്ന് പറയുന്നതിന്റെ ഗ്രോത്ത് കുറച്ചുകൂടെ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഡിപ്പോസിറ്റ് ബുക്കിന്റെ കാര്യം, ഡിപ്പോസിറ്റ് ഇപ്പോൾ ഓൾറെഡി നോക്കിയാൽ അതിന്റെ കാര്യത്തിൽ ഇവർ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് ഏറ്റവും ടോപ്പ് ആയിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കാസ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏകദേശം 52%. കാസ എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട്, സേവിംഗ് അക്കൗണ്ട്. ടോട്ടൽ ഡിപ്പോസിറ്റിന്റെ എത്ര പെർസെന്റേജ് ഉണ്ട് ഈ പറഞ്ഞ പോലെ കറണ്ട് അക്കൗണ്ട്, സേവിംഗ് അക്കൗണ്ടിന്റെ മൊത്തം കോൺട്രിബ്യൂഷൻ എന്നാണ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേന് കാസ റേഷ്യോ 52 ഉള്ളതുകൊണ്ട് തന്നെ ടേം ഡെപ്പോസിറ്റിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഇപ്പം ബാങ്ക് ഇവരുടെ ഡെപ്പോസിറ്റിനാണല്ലോ ഇൻട്രസ്റ്റ് പുറത്തേക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ സേവിംഗ്സ് അക്കൗണ്ടിന് 2-3% പലിശ ഉള്ളത്. അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിന് പലിശയില്ല. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് അക്കൗണ്ടിൽ സേവിംഗ് അക്കൗണ്ടിലൂടെ വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പലിശയ്ക്ക് ബാങ്കിന് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്. അത് FD നോക്കി കഴിഞ്ഞാൽ ഏകദേശം 6-7% വരെ FD. അപ്പൊ അതിന്റെ പെർസെന്റേജിൽ കാസ റേഷ്യോ ഏകദേശം 50% മുകളിൽ നിൽക്കുമ്പോഴത്തേന് ഇവരുടെ മജോറിറ്റി ഫണ്ടുകൾ അല്ലെങ്കിൽ ഡിപ്പോസിറ്റുകളിൽ ഭൂരിഭാഗം ഇവർക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റിലാണ് കിട്ടുന്നത്. അത് ഇപ്പൊ കാസ റേഷ്യോ SBIയുടെ നോക്കിക്കഴിഞ്ഞാൽ 40% താഴെയാണ് SBIയുടെ ഉള്ളത്. SBIയുടെയൊക്കെയാണ് നല്ലതായിട്ട്, അതായത് ഏറ്റവും മേജർ ആയിട്ടുള്ള മെയിൻ ബാങ്കുകളിലേക്ക് 40-42 ആ ഒരു രീതിയിലാണ് അവരുടെ കാസ റേഷ്യോ ഉള്ളത്. ആ ഒരു സമയത്താണ് ഇവർക്ക് 52% കാസ റേഷ്യോ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് വളരെ നല്ല ഫിഗർ തന്നെയാണ്, 50% മുകളിൽ കാസ കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യം. കാരണം മെയിൻ ആയിട്ട് ഇപ്പോൾ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നോക്കുക, നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ SBI വരും, അല്ലെങ്കിൽ HDFC വന്നേക്കാം, ICICI വന്നേക്കാം. ചിലപ്പോൾ നമ്മൾ മിനിമം ബാലൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് പ്രൈവറ്റ് ബാങ്കുകൾ മാറിയിട്ട് കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്ക് വന്നേക്കാം. അവിടെ വരുമ്പോഴും ഫ്രണ്ടിലേക്ക് വരുന്നത് വെച്ചാൽ SBIയോ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയോ അല്ലെങ്കിൽ കാനറ ബാങ്കോ ആ രീതിയിലുള്ള ബാങ്കുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ആ സമയത്താണ് ഇവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്ക് അവരുടെ കാസ റേഷ്യോ 52% കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിന് കൂടെ തന്നെ പറയേണ്ട കാര്യമാണ്, ഈ ഒരു ക്വാർട്ടറിൽ ഏകദേശം 14% അവരുടെ ഡിപ്പോസിറ്റ് ബുക്കും ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാസയുടെ പറയുന്ന കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, നല്ല രീതിയിൽ അവരുടെ ഡിപ്പോസിറ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാസ റേഷ്യോ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട് ബാങ്കിൽ. പിന്നെ നമ്മൾ പറയാനായിട്ടുള്ള ഇവരുടെ കോസ്റ്റ് ടു ഇൻകം നോക്കിക്കഴിഞ്ഞാൽ പോലും ഏകദേശം 37% ആണ് ഇവരുടെ കോസ്റ്റ് ടു ഇൻകം ഉള്ളത്. അതായത് ഇവർക്ക് ഒരു ഇൻകം വരുമ്പോൾ ആ ഇൻകത്തിന്റെ എത്ര പെർസെന്റേജ് ആണ് ഇവർക്ക് കോസ്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം. അത് 37% ആയിട്ട് വളരെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റ് ഗൈഡൻസ് ഏകദേശം അതേ ഒരു രീതിയിൽ തന്നെയാണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ മേജറായിട്ട് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ആകെപ്പാടെ എനിക്കൊരു ചെറിയ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിരിക്കുന്ന ഒരേ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ സ്ലിപ്പേജ് ചെറിയ രീതിയിൽ ഈ ഒരു ക്വാർട്ടറിൽ കൂടിയിട്ടുണ്ട്. അതായത് 1.25% ആയിട്ട് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. 1.2 ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിലും അതിന് മുമ്പിലത്തെ ക്വാർട്ടറിലൊക്കെ. പക്ഷെ എന്നാലും എപ്പോഴും ഇവരുടെ ഒരു സ്ലിപ്പേജ് റേഷ്യോ ഏകദേശം 1.1നും 1.2നും ഇടയ്ക്ക് കേട്ടോ ആ ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നോർമലി ഇൻക്രീസ് ചെയ്ത സമയങ്ങളിലൊക്കെ അടുത്ത ക്വാർട്ടറിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതും വലിയ ഇൻക്രീസ് ഒന്നും വന്നിട്ടില്ല, ചെറിയൊരു ഇൻക്രീസ് വന്നിട്ടുള്ളൂ. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ തന്നെ MSME ബുക്കിൽ, അതായത് MSMEയിൽ മൈക്രോ ലോണുകൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഇവരുടെ മീഡിയം സ്മോൾ ലോണുകൾ, അതായത് MSMEയിൽ വരുന്ന മീഡിയം ബിസിനസ്സുകളുടെ സ്മോൾ ബിസിനസ്സുകളുടെ അതിൽ കൊടുക്കുന്ന ലോണുകൾക്ക് ചെറിയ രീതിയിൽ സ്ലിപ്പേജ് കൂടിയിട്ടുണ്ട്. പക്ഷേ അവരവരുടെ ഡിസ്ബഴ്സ്മെന്റ് ഓൾറെഡി കുറച്ചിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ. നമുക്കത് നോക്കുമ്പോൾ ഇവരുടെ റിസൾട്ടിൽ അത് കൃത്യമായിട്ട് PPT നമുക്കത് മനസ്സിലാക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതവർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് അതിനെപ്പറ്റിയൊക്കെ ഗൈഡൻസും തന്നിട്ടുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അവരെങ്ങനെയാണ് പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള മൊത്തത്തിലുള്ള ഗൈഡൻസ് തന്നെ മാനേജ്മെന്റ് തന്നിട്ടുണ്ട്. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ അവരുടെ ഒരു റൈറ്റ് ഓഫ് ബുക്ക് ഉണ്ട്. അതായത് നമ്മുടെ ലോണുകൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന ബുക്ക് ഉണ്ടല്ലോ, അത് ഏകദേശം 21,000 കോടിയുടെ ലോൺ അവർ ടോട്ടലി റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ റൈറ്റ് ഓഫ് ചെയ്തതിനകത്തുനിന്ന് ഏകദേശം ഒരു 12,000-13,000 കോടിയുടെ റിക്കവറി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ റൈറ്റ് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ബുക്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് മിക്കവാറും ഒക്കെ ARCകൾക്ക് അല്ലെങ്കിൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾക്കൊക്കെ സെല്ല് ചെയ്യുമായിരിക്കും മിക്കവാറും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇവർ തന്നെ അത് റിക്കവർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് ഓൾറെഡി ബുക്കിൽ നിന്ന് പോയിട്ടുണ്ട്. അത് 21,000 കോടി ഉള്ളതിനകത്ത് ഏകദേശം ഒരു 7,000, 8,000, 9,000 ആ ഒരു രീതിയിൽ 10,000 കോടി രൂപയിൽ താഴെയുള്ള എമൗണ്ട് ഇവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറയുന്നത്. അത് നോക്കുമ്പോൾ ഒരു വർഷത്തിൽ ഏകദേശം ഒരു 1,200-1,500 കോടി റിക്കവർ ചെയ്യാൻ പറ്റും. അടുത്തൊരു 5 വർഷത്തേന് എല്ലാ വർഷവും ഈ ഒരു രീതിയിലുള്ള എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് മാനേജ്മെന്റ് പറയുന്നത്. അതും ശരിക്കും പറഞ്ഞാൽ അഡീഷൻ ആണ്. കാരണം ഇവരെ ഓൾറെഡി അത് ഉപേക്ഷിച്ചാണ്, അവർ പ്രൊവിഷൻസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തതിനു ശേഷം അത് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻകം അത് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ പ്രോഫിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അത് കൂട്ടാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് അടുത്തൊരു 5 വർഷം ഏകദേശം ഈ ഒരു രീതിയിലുള്ള ഫിഗർ എക്സ്പെക്ട് ചെയ്യാൻ പറയുന്നത്. ഈ വർഷം ഏകദേശം 1,400 കോടിക്ക് മുകളിൽ ഇവർക്ക് റൈറ്റ് ഓഫ് എമൗണ്ടിൽ നിന്ന് ലോണുകളിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതും നല്ല കാര്യം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ MSMEയിൽ ഇവർ അണ്ടർ റൈറ്റിംഗ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അവിടെ ചെറിയ രീതിയിൽ സ്ലിപ്പേജ് വന്നിട്ടുള്ള കാര്യം. അത് കൃത്യമായിട്ട് അതിന്റെ റീസൺ എന്ന് വെച്ചാൽ അവിടെ പറഞ്ഞ ഡിസ്ബഴ്സ്മെന്റ് കൂടാത്തതിന്റെ റീസൺ അണ്ടർ റൈറ്റിംഗ് കുറച്ചുകൂടെ നോംസ് കുറച്ചുകൂടെ ഒരു സ്ട്രിക്റ്റ് ആക്കി എന്നുള്ള കാര്യമാണ്. ഇത് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗൈഡൻസ് ആണ്. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കൃത്യമായിട്ട് പറയാം. താല്പര്യമുള്ളവർ, അതായത് ഈ ബിസിനസിനെ ട്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഫിഗേഴ്സ് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഓരോ ക്വാർട്ടറിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഇവർ ഇങ്ങനെ തന്നെയാണ് പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാനായിട്ട് പറ്റും.
ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാർട്ടറിൽ 22% ഗ്രോ ചെയ്തിരുന്നത്. മാനേജ്മെന്റ് അടുത്ത ഫിനാൻഷ്യൽ ഇയർക്ക് ഗൈഡ് ചെയ്തിരിക്കുന്നത് 18% ആണ്. 18% ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പൊ അതിന് മുകളിൽ എന്തായാലും ഒരു പെർഫോം ചെയ്യും. അതുപോലെ തന്നെ ഡിപ്പോസിറ്റിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 14 to 15% ഗ്രോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ ഒരു 14% മുകളിലാണ് ഗ്രോ ചെയ്തിരുന്നത്. ഇതെല്ലാം പറയുന്ന അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആണ്. അതായത് അടുത്ത Q1 തൊട്ടിട്ട് നമ്മളിത് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്, ഇതിന് മുകളിൽ തന്നെയാണ് പെർഫോം ചെയ്യുന്നുള്ള കാര്യം നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ പെർഫോം ചെയ്തതിന് മുകളിലേക്കാണ് ഇത് പെർഫോം ചെയ്യുന്നത് നോക്കണം. അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കഴിഞ്ഞ FY26 കഴിഞ്ഞ് ബെറ്റർ ആയിട്ടാണോ FY27 ഗ്രോ പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ കൂടുതൽ നമ്മൾ സൈഡിൽ വെക്കേണ്ട ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഗൈഡൻസിന് മുകളിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അവരുടെ കാസ റേഷ്യോ 50 മുകളിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ ഓൾറെഡി 52 ആവുള്ളൂ. അവർ 50 മുകളിൽ അറൌണ്ട് 50 തന്നെ കാസ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ റാം ബുക്ക്, അതായത് റാം ബുക്ക് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ, അഗ്രികൾച്ചർ, അതേപോലെ MSME ബുക്ക്, അതിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 18% അതിൽ ഗ്രോത്ത് വരും എന്നുള്ള കാര്യമാണ്. അതിന് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ കൂടുതൽ നോക്കി കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് കോർപ്പറേറ്റുകൾക്കായിരിക്കും ലോൺ കൊടുക്കുന്നത്, അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾക്ക്, ആ രീതിയിൽ അല്ലെ സർക്കാരിന്റെ സ്ഥാപനങ്ങൾക്ക്, അങ്ങനെയുള്ള കമ്പനികൾക്കായിരിക്കും കോർപ്പറേറ്റ് ലോണുകളാണ് കൂടുതൽ കൊടുക്കുക. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ 30% റീറ്റെയിൽ ബുക്കാണ്. റീറ്റെയിൽ ബുക്ക് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലോണോ, ഹൗസിംഗ് ലോണോ, അല്ലെങ്കിൽ വെഹിക്കിൾ ലോണോ, ഗോൾഡ് ലോണോ, അതുപോലെ തന്നെ ആളുകൾക്ക്, ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന ലോണുകൾ, അതിന് എന്താണ് കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ അതിന്റെ കാലാവധി അല്ലെങ്കിൽ ടെനർ വളരെ കുറവായിരിക്കും. പക്ഷെ മറ്റേ കോർപ്പറേറ്റ് ലോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ പലിശയും കുറവായിരിക്കും, അതുപോലെ തന്നെ ഈ പറഞ്ഞാൽ കൊടുക്കുന്ന ടെനർ കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ അവർക്ക് കൂടുതലായിട്ട്, അതായത് ഇവരിപ്പോൾ ഒരു 5 വർഷത്തെ ലോൺ കൊടുക്കുന്നു, അത് 15%, 12% കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 5 വർഷത്തിനുള്ള റിട്ടേൺ കിട്ടുന്നു. അവർക്ക് വീണ്ടും ആ എമൗണ്ട് വീണ്ടും മാർക്കറ്റിലേക്ക് ഡിപ്ലോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇവർ റീറ്റെയിൽ ബുക്കിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേന് ഇവരുടെ ഈ പറഞ്ഞ ഫിഗേഴ്സ് എല്ലാം കൂടുതലായിരിക്കും. അതായത് ഈൽഡോ അല്ലെങ്കിൽ നിംസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കൃത്യമായിട്ട്. അത് ഈ പറഞ്ഞാൽ ഇവരുടെ ബുക്കുകളെ കൂടുതലായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അവർ ഏകദേശം 60-40 ആണ് അടുത്ത വർഷത്തിന് ഗൈഡ് ചെയ്യുന്നത്. അതായത് ഇവരുടെ റാം ബുക്കും, അതേപോലെ റാം ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, റീറ്റെയിൽ, അഗ്രികൾച്ചർ, MSME, അത് ഈസ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 60-40. അതായത് അങ്ങനെ നോക്കിയാൽ ഏകദേശം ഒരു 2% അങ്ങോട്ടും ഇങ്ങോട്ട് വ്യത്യാസം വന്നാൽ പോലും ഏകദേശം ഒരു 60% ഈ പറഞ്ഞ റാം ബുക്കും 40% ആണ് കോർപ്പറേറ്റ് ബുക്കും അവർക്ക് വരാനായിട്ട് പോകുന്നത്. അടുത്ത അതാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. പിന്നീട് പറഞ്ഞാൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിയാൽ 15% മുകളിൽ, ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ 17% ആയിരുന്നു. അപ്പൊ ഇതെല്ലാം അവരുടെ ഗൈഡൻസ് ആണ്. അപ്പൊ ഇതിന് മുകളിൽ അവർ പെർഫോം ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത്. അടുത്ത വർഷം 15% അവർ മിനിമം ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ നിംസ് നോക്കിക്കഴിഞ്ഞാൽ 3.75 ആണ് അടുത്ത വർഷം നിംസ് ആയിട്ട് അവർ ടാർഗറ്റ് പറയുന്നത്. ഈ വർഷത്തെ നിംസ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എത്ര ഇപ്പൊ ലോണുകൾ കൊടുക്കുന്നു, ഒരു 15% ലോൺ കൊടുക്കുന്നു. സെയിം ടൈമിൽ ഈ ബാങ്കിന് ഈ ക്യാപിറ്റൽ കിട്ടുന്ന ഒരു 7% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഇവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് ഈ 7% പലിശ കിട്ടുന്നു, 15% ഇവർ കൊടുക്കുന്നു. അത് വെച്ചിട്ട് അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട്, ആ ഇൻട്രസ്റ്റ് എമൗണ്ട് ഡിവൈഡ് ബൈ ഇവരുടെ ടോട്ടൽ ക്യാപിറ്റൽ, അതായത് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ, അതിന്റെ പെർസെന്റേജ്, അതായത് എത്ര ശതമാനമാണ് ബാങ്കിന് ലാഭമായിട്ട് കിട്ടുന്നത്, ഇവരുടെ മാർജിൻ എത്രയാണെന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അവരുടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കുറഞ്ഞായിട്ട് കാണാൻ പറ്റും, വളരെ ചെറുതാണ്. പക്ഷെ അത് കൂടുതൽ കുറയേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്ക് RBI ഓൾറെഡി ഇപ്പോൾ ഈ ക്വാർട്ടറിൽ അവർ മോണിറ്ററി പോളിസിയിൽ റേറ്റ് കുറച്ചിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ഒരു വർഷം 1.5 വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1.25% ഈ പറഞ്ഞ പോലെ റേറ്റ് കുറച്ചിട്ടുണ്ട്. റേറ്റ് കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ബാങ്കുകൾ കൊടുക്കുന്ന ലോണുകൾക്ക് ഈ പറഞ്ഞ പോലെ റേറ്റ് കുറയും. ഇപ്പോൾ ഒരു വെഹിക്കിൾ ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫ്ലോട്ടിംഗ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അടുത്ത EMI തൊട്ട് തന്നെ ഇതിന്റെ റേറ്റ് കുറയാൻ തുടങ്ങും. പക്ഷേ സെയിം ടൈമിൽ ബാങ്കുകളുടെ അവർക്ക് കിട്ടുന്ന എങ്ങനെയാണോ ലോൺ കിട്ടുന്നത് അതിന്റെ റേറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ബോറോയിങ് കോസ്റ്റ് കുറയണമെന്നുണ്ടെങ്കിൽ കുറച്ച്, കാരണം വെച്ചാൽ കുറച്ച് ഇപ്പോൾ ടേം ഡെപ്പോസിറ്റുകളോ അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് അവർ എടുത്തിരിക്കുന്നത് ഓൾറെഡി അവർ എത്രയാണോ റേറ്റ് വെച്ചിരിക്കുന്നത് അതൊക്കെ ചേഞ്ച് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ 1, 2, 3 ക്വാർട്ടറുകൾ എടുക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ മാർജിൻസ് സ്വാഭാവികമായിട്ടും റേറ്റ് കട്ട്, RBIയുടെ റേറ്റ് കട്ട് വരുന്ന സമയത്ത് കുറയേണ്ടതാണ്. പക്ഷെ ഇവർ ഇപ്പോഴും അവരുടെ നിംസ് എന്ന് പറഞ്ഞാൽ ഈ ക്വാർട്ടറിൽ 3.95, അവരുടെ ഫുൾ ഇയർ നോക്കിയാൽ 3.91 ആണ് നിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. അത് മെയിനായിട്ട് അവർ ഈ റീറ്റെയിൽ ബുക്കിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ടോട്ടൽ ലോണുകളിൽ കൂടുതൽ ഈൽഡ് കിട്ടുന്ന ലോണുകളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. പിന്നെ അതുപോലെ നോൺ ഇൻട്രസ്റ്റ് ഇൻകത്തിന്റെ കാര്യം 10% ഗ്രോത്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ടു ഇൻകം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 37 ആയിരുന്നു, അത് 40 താഴെ കീപ്പ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ROA 1.8 ആണ് ഗൈഡ് ചെയ്യുന്നത്. 1.86 ഉണ്ടായിരുന്നു ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പോൾ അതിന് മുകളിൽ തന്നെ പെർഫോം ചെയ്യും. ROA നന്നായിട്ട് പെർഫോം ചെയ്യാന്ന് വെച്ചാൽ മൊത്തത്തിൽ കമ്പനിയുടെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവുന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ROA ആണെങ്കിൽ ഒരു 20% മുകളിലാണ് ഗൈഡ് ചെയ്യുന്നത്. പിന്നീട് GNPA NNPA 2% താഴെ പറഞ്ഞു, ഇപ്പോൾ തന്നെ 1.45% ആണുള്ളത്. അതേപോലെ NNPA അവർ ഗൈഡ് ചെയ്യുന്ന 0.25% താഴെയാണ്. ഓൾറെഡി അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ബാങ്കാണ്. 1.13 ഉണ്ടായിരുന്നു, അവർ 0.25 താഴെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്ലിപ്പേജ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതായത് ഈ ഒരു ക്വാർട്ടറിൽ നോക്കുമ്പോൾ ചെറിയ രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായി സ്ലിപ്പേജ്. അത് ഇപ്പോൾ ഓൾറെഡി ബാങ്കിനുള്ളത് 1 മുകളിലാണ് സ്ലിപ്പേജ് ഉള്ളത്. പക്ഷെ അത് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 1 താഴെ എത്തിക്കും എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് വ്യത്യാസം വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്രെഡിറ്റ് കോസ്റ്റ് അറൌണ്ട് 1 ആയിരിക്കും അവർ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി 0.91 അതൊക്കെ ഇമ്പ്രൂവ് ആയി കുറഞ്ഞാണ് 0.91 എത്തിയിരിക്കുന്നത്.
പിന്നീട് PCR പ്രൊവിഷൻ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് അവർ ഏകദേശം 98% കീപ്പ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഇൻക്ലൂഡിംഗ് എനിക്ക് തോന്നുന്ന റൈറ്റ് ഓഫ് ബുക്കും കൂടെ കൂട്ടിയിട്ടാണ് 98% പറഞ്ഞിട്ടുള്ളത്. പിന്നീട് CRAR നോക്കിയാലും ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ നോക്കിയാലും ഏകദേശം 18% ആണ്. 18% മുകളിലാണ് ഇപ്പോൾ അവർ കീപ്പ് ചെയ്യുന്നത്. RBIയുടെ ഗൈഡൻസ് എനിക്ക് തോന്നുന്നു 11-12% ഒക്കെയാണ് RBIയുടെ ഗൈഡൻസ് ഉള്ളത്. പക്ഷെ ഇവർ ഏകദേശം 18%ഓളം CRAR അതായത് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ കീപ്പ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ക്വാർട്ടറിലുള്ള റിസൾട്ട് വരുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ ക്വാർട്ടറിലേക്ക് പുതിയ ക്വാർട്ടറിലേക്ക് വരുമ്പോൾ ഇമ്പ്രൂവ് ആവുമെന്ന് നോക്കണം. അതിന്റെ കൂടുതൽ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന ഗൈഡൻസും അവർ കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളവരെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ ഈ ബാങ്കിനെ പറ്റി പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ അവരുടെ പ്രൈസ് ടു ബുക്ക് നോക്കി കഴിഞ്ഞാൽ 1.7 1.8 അടുത്താണ് പ്രൈസ് ടു ബുക്ക് ഉള്ളത് ഈ ബാങ്കിന്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ബാങ്കുകളായിട്ട് നോക്കുമ്പോൾ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളായിട്ട് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നിക്കാം. പക്ഷേ ബാങ്കിന്റെ പെർഫോമൻസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ 2-2 മുകളിൽ പ്രൈസ് ടു ബുക്ക് കിട്ടേണ്ട ഒരു ബാങ്ക് തന്നെയാണ്. പിന്നെ അത് തന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഇവർ ഇതുപോലെ തന്നെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ആവുക, അതുപോലെ തന്നെ ഈ പ്രൈസ് ടു ബുക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്തേക്ക് നല്ലൊരു റീറേറ്റിംഗ് കിട്ടാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബാങ്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ കമ്പനിയെ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഇവരുടെ അടുത്ത റിസൾട്ടുകൾ വരുന്ന സമയത്തൊക്കെ നന്നായിട്ട് ട്രാക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. ഇനിയിപ്പോൾ കുറച്ച് ബാങ്കുകളൂടെ ഉണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തേക്കുന്നത്. ഇപ്പം യെസ് ബാങ്ക് നന്നായിട്ടാണ് ഈ ഒരു ക്വാർട്ടറിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ ബുക്കിലെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ആ യൂഗ്രോ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, അവരുടെ ഞാനിപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അവരുടെ നമുക്ക് വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ യെസ് ബാങ്കിന്റെ വീഡിയോ നമുക്ക് ചെയ്യാം. സോ ഈ രീതിയിൽ കുറച്ച് കമ്പനികളുണ്ട്. പിന്നെ ബാങ്കുകളിലേക്ക് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ ഇപ്പം പ്രൈവറ്റ് സെക്ടറിൽ 1-2 ബാങ്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്കുകളൊക്കെ ഉണ്ട്. അതല്ലാതെ പബ്ലിക് സെക്ടറിൽ ഇവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വേറെ ബാങ്കുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.